ഹലോ എവരി വൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈതൺ സിൻറ്റാക്സിനെ കുറിച്ചാണ്. പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ വെച്ച് നോക്കുമ്പോൾ പൈതൺ ഇത്രയും പോപ്പുലർ ആയത് എന്നും നമ്മൾ പറഞ്ഞിരുന്നു. എന്തായിരുന്നു കാരണം? അതിൻ്റെ യുണീക്കായിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ആയിരുന്നു കാരണം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ സിംപ്ലിസിറ്റിയാണ്. സിംപ്ലിസിറ്റി എന്ന് പറയുമ്പോൾ കോഡ് സിംപ്ലിസിറ്റിയാണ്, ഈസി ടു യൂസ് ആണ്, ഈസി ടു റീഡ് ആണ്, ഈസി ടു റൈറ്റ് ആണ് കോഡൊക്കെ. കാരണം എന്താണ്? അതിൻ്റെ സിൻറ്റാക്സ്. അപ്പോൾ നമുക്ക് ഇന്ന് അതിൻ്റെ ബേസിക് സിൻറ്റാക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഇപ്പോൾ ഇതിൻ്റെ സിൻറ്റാക്സിൻ്റെ പ്രത്യേകത? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജാവയും പൈതണൊക്കെ ഒന്ന് കമ്പയർ ചെയ്തെടുത്ത് നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് കണ്ടിരുന്നു. ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ പൈതണ് ജസ്റ്റ് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ തീർന്നതും ജാവൻ്റെ കേസ് വന്നപ്പോൾ കുറേ അധികം സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നതും ഒക്കെ നമ്മൾ അന്ന് കണ്ടതാണ്. അപ്പോൾ നമുക്ക് പൈതൻ്റെ സിൻറ്റാക്സ് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ നോക്കാം. ആദ്യം തന്നെ പറയാനുള്ളത്, പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് കേളി ബ്രേസസ് യൂസ് ചെയ്യേണ്ട, സെമി കോളൻസ് യൂസ് ചെയ്യേണ്ട. മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് വലിയൊരു ഭാരമാവുന്നത് ഈ കേളി ബ്രേസും സെമി കോളൻസും ഒക്കെ ഇടാൻ വിടുന്നതൊക്കെയാണ്. അപ്പോൾ സംഭവം സിമ്പിളാണെങ്കിലും പലപ്പോഴും അത് മറക്കുന്ന കേസുകളാണ് കാണാറുള്ളത്. എന്നാൽ ഈ പൈതൻ്റെ കേസിൽ വരുമ്പോൾ കേളി ബ്രേസോ സെമി കോളനൊന്നും ആവശ്യമില്ല. ഇതൊരു ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജ് ആണ്. പിന്നെ പൈതണിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇൻറ്റൻറ്റേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു ബ്ലോക്ക് ഓഫ് കോഡിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇൻറ്റൻറ്റേഷൻ ഇട്ട് കൊടുക്കുന്നത്. ഇൻറ്റൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 വൈറ്റ് സ്പേസ് ഇട്ട് കൊടുക്കുക ആവശ്യമുള്ള സ്റ്റേറ്റ്മെൻറ്റിനൊക്കെ അനുസരിച്ച്. ഇപ്പോൾ ഫംഗ്ഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ താഴെ കുറച്ച് ഇൻറ്റൻറ്റേഷൻ ഇട്ടിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ കൊടുക്കുക. ഇവിടെ എക്സാമ്പിൾ ഡിഫ് ഫംഗ്ഷൻ, പിന്നെ ഒരു കോളൻ ഇട്ടിട്ട് അതിൻ്റെ താഴെ കണ്ടോ ഇൻറ്റൻറ്റേഷൻ ഇട്ടിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2 എക്സെട്ര സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇൻറ്റൻറ്റേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡിഫ് ഫംഗ്ഷൻ്റെ കണ്ടോ ഡീൻ്റെ താഴെ ഇല്ലല്ലോ സ്റ്റേറ്റ്മെൻറ്റ് വന്നത്, കുറച്ച് സ്പേസ് ഒക്കെ ഇട്ടിട്ടാണ് അടുത്ത് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എഴുതുന്നുണ്ട്. അപ്പോൾ സിൻറ്റാക്സിൻ്റെ സ്റ്റൈലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇപ്പോൾ മേലെ കണ്ട എക്സാമ്പിളിൽ നമുക്കറിയാം ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ സെയിം ലെവലിലുള്ളതാണ്. ഈ ഒരു ഫംഗ്ഷൻ മേലെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ റൈറ്റിൽ വരുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ സെയിം ലെവലിലാണ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇൻറ്റൻറ്റേഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ 4 വൈറ്റ് സ്പേസാണ് ഇട്ട് കൊടുക്കാറുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് സെമി കോളൻ യൂസ് ചെയ്യുന്നതിന് പകരം പൈതണിനകത്ത് ഓരോ സ്റ്റേറ്റ്മെൻറ്റും ന്യൂ ലൈൻ ക്യാരക്ടർ വെച്ചിട്ടാണ് എൻഡ് ചെയ്യാറുള്ളത്. പിന്നെ പൈതൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്. അതായത് അപ്പർ കേസും ലോവർ കേസ് ലെറ്റേഴ്സൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്മോൾ ലെറ്റർ എൻ കൊണ്ടുള്ള നെയിമുണ്ട്, ക്യാപിറ്റൽ ലെറ്റർ എൻ കൊണ്ടുള്ള നെയിമുണ്ട്. രണ്ടും ഡിഫറെൻറ്റ് വേരിയബിൾസ് ആയിട്ടാണ് പൈതണിനകത്ത് മാനേജ് ചെയ്യുന്നത്. പിന്നെ പൈതണിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമുക്ക് കമൻസ് ഈസി ആയിട്ട് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ആഷ് സിമ്പിൾ ഇട്ടുകൊണ്ടാണ് നമ്മൾ ഇത്രയും കമൻസ് ഒക്കെ കൊടുക്കുക. അപ്പോൾ ആഷ് സിമ്പിൾ ഇടാങ്ങിട്ട് നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കമൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇൻ്റർപ്രറ്റർ അത് ഇഗ്നോർ ചെയ്യും. കാരണം കമൻസിനെ ഒരിക്കലും കമ്പൈൽ ചെയ്യുകയോ ലൈൻ ബൈ ലൈനായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുകയോ അതേപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യേണ്ടോ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ ഇഗ്നോർ ചെയ്യും. മാത്രമല്ല ഇങ്ങനെ ട്രിക്ക് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നോട്ട്സൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ആഷ് എന്ന സിമ്പിൾ ഇടങ്ങട്ട് നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെയുള്ള പോയിൻറ്റ്സുകൾ എഴുതി കഴിഞ്ഞാൽ ഒരിക്കലും അതിനകത്തൊരു കമ്പൈലറോ റൺ ടൈം എററോ ഒന്നും വരില്ല. കാരണം അത് കമൻസ് ആയിട്ടാണ് മാനേജ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് നോട്ട്സ് ആഡ് ചെയ്യാൻ, അതേപോലെ തന്നെ കോഡിൻ്റെ ബ്ലോക്ക് നമുക്ക് ഡിസേബിൾ ചെയ്ത് വെക്കാൻ. ഇപ്പോൾ പെർട്ടിക്കുലർ ബ്ലോക്ക് നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ ആവശ്യമില്ലെങ്കിൽ അവിടെ ഒരു ആഷ് സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഡിസേബിളായി മാറും. പിന്നെ പറയാനുള്ളത്, കോഡ് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ കൊണ്ടുവരാനും ഈ ഒരു പൈതണിലൂടെ കഴിയും. പിന്നെ ഈഫ്, അതർവൈസ്, ഫോർ, വൈൽ, ട്രൈ, എക്സെപ്റ്റ്, ഫൈനലി എന്നൊക്കെ പറയുന്നത് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന കുറച്ച് റിസർവ്ഡ് കീവേഡ്സ് ആണ്. ഇത് വെറുതെ അങ്ങോട്ട് വേരിയബിൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ഒരു പെർട്ടിക്കുലർ റീസൺ വേണം, ഫിക്സഡ് ആയിട്ടുള്ള മീനിങ്സ് ഒക്കെ വേണം. അങ്ങനത്തെ കേസുകളിലാണ് നമ്മൾ ഇത്തരം റിസർവ്ഡ് കീവേഡ്സൊക്കെ യൂസ് ചെയ്യുക. ഇനി നമ്മൾ എന്തെങ്കിലും കീവേഡ്സ് അറിയാതെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് എറേഴ്സായിട്ടോ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റർ അത് റിജക്റ്റ് ചെയ്യുന്ന പോലെയൊക്കെ സംഭവിക്കാവുന്നതാണ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ സിൻറ്റാക്സ് പറഞ്ഞു, ഇനി വരുന്നത് അതിൻ്റെ എക്സാമ്പിളാണ്. ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ ജസ്റ്റ് 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഇത് ജാവയിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് അധികം ഉണ്ടാവും. ഇവിടെ നമ്മൾ പൈതണിൻ്റെ കേസിലായപ്പോൾ വളരെ ഷോർട്ടായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റി.
അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ആകെ എക്സ്ട്രാ ആയിട്ട് കാണുന്ന കുറച്ച് കമൻസ് ആണ്. ഹാഷ് ഇട്ടിട്ട് കണ്ടോ കുറച്ച് കമൻസ് ഇട്ടുള്ളത്. ഗെറ്റ് ദ 2 നമ്പേഴ്സ് ഫ്രം ദ യൂസർ, പിന്നെ ആഡ് ദ 2 നമ്പേഴ്സ്, പ്രിന്റ് ദ റിസൾട്ട്. അതൊക്കെയാണ് പിന്നെ കമൻസ് എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഡിപ്പെൻസ് ആണ്. ചില ആളുകൾക്ക് അങ്ങനെ കമൻസ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ ചെയ്ത കേസ് ഒരു പുതിയ യൂസർ വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ ഡെവലപ്പർ വരുമ്പോൾ അയാൾക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഈ കമൻസ് ഒക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ നല്ലതാണ് അങ്ങനെ കമൻസ് ഇടുന്നത്. ആർക്കെങ്കിലും നമുക്ക് തന്നെ അതൊന്ന് ഒന്നുകൂടെ റീഡബിൾ ആവാൻ, ഇപ്പോൾ വലിയ പ്രോഗ്രാം ആപ്ലിക്കേഷനൊക്കെ ചെയ്യുന്ന കേസുകളിലൊക്കെ ഒന്നുകൂടെ റീഡബിൾ ആവാനൊക്കെ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു സിൻടാക്സ് നോക്കുമ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 2 നമ്പേഴ്സ് ഗെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്പർ 1 ഫ്ലോട്ട് ഇൻപുട്ട് എൻ്റർ ദ ഫസ്റ്റ് നമ്പർ. അപ്പോൾ ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്യാൻ ഇത്ര സ്റ്റേറ്റ്മെൻറ്റ് മതി. ഇനി നമ്പർ 2 ഫ്ലോട്ട് ഇൻപുട്ട് എൻ്റർ ദ സെക്കൻഡ് നമ്പർ. അപ്പോൾ സെക്കൻഡ് നമ്പർ എൻ്റർ ചെയ്യാനും ഇത്ര ഒരു സ്റ്റേറ്റ്മെൻറ്റ് മതി. പിന്നെ ജസ്റ്റ് 2 നമ്പേഴ്സും ആഡ് ചെയ്യാണ്. സം ഈക്വൽ ടു num1 പ്ലസ് num2 ആണ് 2 നമ്പേഴ്സും ആഡ് ചെയ്തു. പിന്നെ പ്രിൻ്റ് ദ റിസൾട്ടാണ്. പ്രിൻ്റ് ദ സം ഓഫ് num1 ആൻഡ് num2 ഈസ് സം. സിമ്പിളായിട്ട് 2 നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ പൈതണിലായതുകൊണ്ടാണ് ഇത്ര സിമ്പിളായിട്ട് കഴിഞ്ഞത്. വെറുതെ സിയോ CPP ജാവയൊക്കെ ആണെങ്കിൽ അതിനകത്ത് അതിൻ്റെ ലൈബ്രറീസും അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള കുറേ കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയാണ് പൈതണിൻ്റെ ബേസിക് സിൻടാക്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്? ഞാൻ അവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ട് നമ്മൾ ജാവക്കകത്ത് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കണ്ടത് ഇതാ ഹലോ വേൾഡ് നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പൈതണിനകത്ത് ടൈപ്പ് ചെയ്ത് കണ്ടോ, പൈതൺ കോഡ് പ്രിൻറ്റ് ഹലോ വേൾഡ്, അത്രയും പൈതണിനകത്ത് ആ ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് പൈതണിനകത്ത് ആവശ്യമുള്ളൂ. എന്നാൽ ജാവക്കകത്തായപ്പോൾ കണ്ടോ ജാവ കോഡ് വരുമ്പോൾ പബ്ലിക് ക്ലാസ് ഹലോ വേൾഡ് ഒരു ക്ലാസ് ഉണ്ടാക്കേണ്ടി വന്നു. പിന്നെ മെയിൻ മെത്തേഡിലേക്ക് പോകണം. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്യുമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെയൊക്കെ കേളി ബ്രേസ് ഓപ്പൺ ആക്കണം. പിന്നെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് ഹലോ വേൾഡ് സെമി കോളൻ വേണം. പിന്നെ കേളി ബ്രേസ് ഒക്കെ ഓഫ് ചെയ്യണം. കണ്ടോ, മറ്റൊരു ജസ്റ്റ് പ്രിൻ്റാണ് കൊടുക്കേണ്ടത്. ഇത്രയും ടാസ്കുകൾ ജാവക്കകത്ത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ പൈതണിനോട് ഇൻട്രസ്റ്റ് കാണിക്കും. പിന്നെ ഓരോ സെക്ടേഴ്സിനനുസരിച്ചാണ്. ചില സെക്ടറിൽ ജാവയായിരിക്കും ഒന്നുകൂടെ ബെറ്റർ എന്നുള്ളതുകൊണ്ട് അങ്ങനത്തെ കേസുകളിലാണ് ജാവയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാറുള്ളത് കേട്ടോ. മറ്റേ പൊതുവേ ഇതിൻ്റെ സിംപ്ലിസിറ്റി കാരണം അതേപോലെ ഈസിനെസ് കാരണം ഇപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ കുറേ പ്രത്യേകതകൾ പറഞ്ഞിരുന്നല്ലോ. സിൻടാക്സ് ഒക്കെ വരുമ്പോൾ പൈതണിൻ്റെ സിംപ്ലിസിറ്റിയാണ്, റീഡബിലിറ്റിയാണ്, കൺസൈസ്ഡ് ആയിട്ടുള്ള സിൻടാക്സ് ആണെന്നൊക്കെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഡൈനാമിക്കലി ടൈപ്പ്ഡ് ആണ്, പിന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്, കൂടുതൽ ഫ്ലെക്സിബിൾ ആണ്. പിന്നെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ജാവയേക്കാൾ കുറച്ച് കുറവാണെന്ന് പറഞ്ഞു. കാരണം JIT ഒക്കെ ജാവയിലുള്ളതുകൊണ്ട്. പക്ഷേ നുംബിയൊക്കെ വെച്ചിട്ടത് മാനേജ് ചെയ്യാൻ കഴിയും. പിന്നെ ഏതൊക്കെ ഫീൽഡിലാണ് പൈതൺ യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ സിൻടാക്സിൽ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു കേളി ബ്രേസോ സെമി കോളനൊന്നും ആവശ്യമില്ല. ഇതൊരു ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജ് ആണ്. പിന്നെ ഇൻഡൻറ്റേഷൻ ഇടണം. അപ്പോൾ ഓരോ ബ്ലോക്കൊക്കെ വെച്ച് തിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വൈറ്റ് സ്പേസ് ഇടുന്ന ഒരു പരിപാടിയാണ്. പിന്നെന്താണ്, എങ്ങനെയാണ് ഇൻഡൻറ്റേഷൻ ഇടുന്നതെന്നൊക്കെ പറഞ്ഞു. പിന്നെ കേസ് സെൻസിറ്റീവ് ആണ് പൈതണ്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ N വെച്ചിട്ടും സ്മോൾ ലെറ്റർ N വെച്ചിട്ടും നെയിം ഇട്ട് കഴിഞ്ഞാൽ രണ്ടും ഡിഫറെൻറ്റ് വേരിയബിൾസ് ആയിട്ടാണ് പൈതണിനകത്ത് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ സിംബൽ ഇട്ടിട്ടാണ് കമൻസ് ഇടുന്നതെന്ന് പറഞ്ഞു. പിന്നെ കുറേ റിസർവ്ഡ് കീവേഡ്സ് ഉണ്ട്. അതൊരിക്കലും വേരിയബിൾസ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. യൂസ് ചെയ്യാതെ ഇൻ്റർപ്രറ്റർ അത് മൈൻഡ് ചെയ്യൂല, അല്ലെങ്കിൽ എറേഴ്സ് ആയിട്ടൊക്കെ കാണിക്കും. ഇൻ്റർപ്രറ്റർ റിജക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മളൊരു എക്സാമ്പിളും പറഞ്ഞു കേട്ടോ. അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു.